വിജേഷ്, ഇനിയിപ്പോൾ എ ഐയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ വാർത്ത വായിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ അവതരിപ്പിക്കുന്നതും ഒക്കെ എ ഐയിലൂടെ ചെയ്യാൻ കഴിയും. എല്ലാവിധത്തിലും സാങ്കേതികവിദ്യ വളരുകയാണ്. അപ്പോൾ എ ഐ വീഡിയോകളൊക്കെ പലതും ഇറങ്ങുന്നുണ്ട്. സിനിമ തന്നെ ഇനി ഏതൊക്കെ തരത്തിലായി മാറുമെന്ന് നമുക്ക് അറിയില്ല. ഒരു പ്രധാനപ്പെട്ട നടനൊക്കെ മരിച്ചു കഴിഞ്ഞാലും അവരെ വീണ്ടും അഭിനയിപ്പിക്കാൻ എ ഐ വഴി സാധിക്കും. എന്തൊക്കെയായിരിക്കും അതിൻ്റെ നേട്ടങ്ങൾ? അല്ല, ഇപ്പം പ്രധാനമായിട്ടും ഇനി എ ഐയുടെ കാലഘട്ടം ആകുന്നതുകൊണ്ട് തന്നെ ഈ ഭരണരംഗത്ത് എ ഐക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ഈ പല വിദേശ രാജ്യങ്ങളിലും ഭരണരംഗത്ത് എ ഐയുടെ ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ എ ഐ എന്ന് പറയുന്നുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എ ഐയുടെ പല വേർഷനുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നു. ഗൂഗിൾ മാപ്പിൽ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന വിഷയം പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പിന്നീട് വരുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ മുഴുവൻ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അങ്ങനെ എ ഐ സാങ്കേതിക വിദ്യകൾ ഇതിനു മുമ്പേയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എ ഐ സാങ്കേതിക വിദ്യ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏത് രീതിയിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഗൂഗിളിനോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉത്തരം കിട്ടും. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് എ ഐ സാങ്കേതിക വിദ്യയിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം നീളമുള്ള ദൈർഘ്യമുള്ള ഒരു വീഡിയോ പോലും എ ഐ ഉണ്ടാക്കി തരുന്ന കാലഘട്ടമായി. അപ്പം നമുക്കിപ്പോൾ ഞാനൊരു ഐസ്ക്രീം കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ലേഡി ഐസ്ക്രീം കഴിക്കുന്നു, ആ ഐസ്ക്രീം ഒരു പൂവിൻ്റെ ഐസ്ക്രീം ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലേഡി കഴിക്കുന്നത് ഒരു പൂവിൻ്റെ ഐസ്ക്രീം പോലുള്ള ഒരു വിഷ്വൽ നമുക്ക് തരാനുള്ള കഴിവ് എ ഐക്കുണ്ട്. അപ്പം നമ്മൾ എന്ത് എ ഐയോട് പറയുന്നതോ തിരിച്ച് അതുപോലെ നമുക്ക് എന്താണോ നമ്മുടെ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് നമുക്ക് തരാൻ കഴിവുകളുള്ള എ ഐ സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ പല ഘട്ടത്തിലും പലരും ഉപയോഗിക്കുന്ന അത്രയും ഡെവലപ്മെൻ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ എ ഐ സംവിധാനത്തെ ഇനി നമ്മുടെ ഭരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അതിനുള്ള മാറ്റങ്ങൾ നടത്താം എന്നതിനെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചൈനയിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഇപ്പോൾ എ ഐ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം ആ ഉദ്യോഗസ്ഥർ വരുന്നു പോകുന്നു, അവർ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ മോണിറ്റർ ചെയ്യുന്നത് അവിടെ എ ഐ സംവിധാനം ഉപയോഗിച്ചാണ്. അതേ സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നടപ്പിലാക്കാൻ പറ്റുന്ന. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ യു എയിൽ എ ഐ മന്ത്രാലയമുണ്ട്. എ ഐ മന്ത്രാലയം അവിടുത്തെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സേവനങ്ങൾ കൃത്യമായിട്ട് വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതൊരു നൂതന ആശയമാണെങ്കിൽ പോലും അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരാശയമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തന്നെ സർക്കാർ സംവിധാനത്തിൽ ഈ എ ഐയുടെ കടന്നുവരവുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ സർക്കാരിൻ്റെ പുതിയ ആശയങ്ങൾ ഈ പറഞ്ഞതുപോലെ യു എ മന്ത്രാലയം ചെയ്യുന്നത് പോലെ സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ കൃത്യമായിട്ട് ഈ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതികളെല്ലാം യഥാർത്ഥ ജനങ്ങളിലേക്ക്, അതായത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക്, ടാർഗറ്റ് ഓഡിയൻസിലേക്ക് തന്നെയാണോ എത്തുന്നത് നോക്കാൻ പറ്റും. എത്ര പേർക്ക് ഇതിനെ കൊണ്ട് ഉപകാരമുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചില പദ്ധതികൾക്ക് സർക്കാർ നീക്കി വെക്കുന്ന തുക, ആ തുക എത്രയാണ്, അത് കൃത്യമായിട്ട് ഉപയോഗിച്ചോ, അത് വിനിയോഗിച്ചിട്ടുണ്ടോ, അതിലിനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ, അതിൻ്റെ ഗുണം ആ പദ്ധതിക്ക് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എ ഐ സംവിധാനത്തിലൂടെ ഈ സർക്കാർ തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ പോകുന്നതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഒരു അസുഖം വരികയാണെങ്കിൽ അത് മുൻകൂട്ടി കാണാൻ പറ്റുന്ന എ ഐ സംവിധാനങ്ങളുണ്ട്, അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുമുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇപ്പം ഇപ്പം നിപ്പ വൈറസ് വരുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് 1-2 പേർക്ക് ഇങ്ങനെ അസുഖം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ അത് ഏതാണ്, ലോകത്ത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തൊരു അസുഖമാണോ എന്ന് പരിശോധിക്കാൻ ഈ എ ഐ സോഫ്റ്റ്വെയർക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. നമ്മളെന്താണ് ഇവിടെ ചെയ്തത്, ഈ നിപ്പ വന്ന ഘട്ടത്തിൽ അവരുടെ സ്രവവും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പരിശോധനയ്ക്ക് അയച്ചിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാനൊക്കെ കുറേ താമസം വരുന്നു. പക്ഷേ ഇവിടെ ഈ എ ഐ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരുന്നതോടുകൂടി ഈ പറയുന്ന നിപ്പ എന്ന് പറയുന്ന ഒരു അസുഖം അത് നിപ്പയാണ് എന്ന് മനസ്സിലാക്കാൻ മണിക്കൂറുകൾ മാത്രം മതിയാവും. കാരണം ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് എല്ലാം വെച്ചിട്ടും അവരുടെ ചില രോഗലക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ പെരുമാറ്റ രീതികൾ, ആ ഏരിയയിലെ ആളുകളുടെ പല രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് സ്രവം എടുത്ത് ഇവിടുത്തെ ലാബ് പരിശോധിക്കാൻ പറ്റില്ല, ഇനി പൂനെയിലേക്ക് അയച്ച് അവിടെ നിന്നും പറ്റിയില്ലെങ്കിൽ വേറൊരു അമേരിക്കയിലെ ലാബിലേക്കൊക്കെ അയച്ചിട്ടാണല്ലോ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദിവസം താമസം വരും. അപ്പോൾ ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവിടെയാണ് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ വളരെ പെട്ടെന്ന് അസുഖങ്ങൾ കണ്ടെത്താൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം,
വാക്സിനേഷൻ മേഖലകളിലൊക്കെ കൃത്യമായിട്ട് എയുടെ ഇടപെടലുകൾ ഉണ്ട് എങ്കിൽ കുട്ടികൾക്കൊക്കെ വാക്സിനേഷൻ കൊടുക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് ചാർട്ടും കാര്യങ്ങളും സമയവും ഒക്കെ നിശ്ചയിച്ച് വളരെ പെട്ടത്. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്തിട്ട് ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ട് ചെയ്യിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മളുടെ പണിയും കൂടെ അതിനകത്ത് കൊടുക്കണം, നമ്മളുടെ എഫേർട്ട് കൂടി അതിനകത്ത് കൊടുക്കണം. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അതായത് നമ്മൾ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന പോലെ എങ്ങനെയാണ് ആ പദ്ധതി നടപ്പിലാക്കേണ്ടത്, അത് എങ്ങനെ മോണിറ്റർ ചെയ്യണം, ഒരു പദ്ധതി തുടങ്ങി അതിൻ്റെ അവസാനം വരെ അതിൻ്റെ റിസൾട്ട് വരെയുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് AI. പിന്നെ സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ വരവ് പോക്ക്, അതിൻ്റെ സമയക്രമങ്ങൾ, അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്തതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ടുണ്ടോ, ഫയലുകൾ എത്രത്തോളം കെട്ടിക്കിടക്കുന്നുണ്ട്, കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഇനി എങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ പറ്റും, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ AI സോഫ്റ്റ്വെയർ വഴി ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ സിലബസ് പരിഷ്കരിക്കാൻ പറ്റും. സിലബസുകൾ എങ്ങനെയാണ് ഇപ്പോഴുള്ള സിലബസുകൾ മാറി. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ സിലബസൊക്കെ വളരെ വർഷം പഴക്കമുള്ള സിലബസുകളായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് പിന്നെയും സിലബസുകൾ വർഷാവർഷം പുതുക്കി വരുന്നത്. അല്ലെങ്കിൽ 5 വർഷം 10 വർഷം കൂടിയിട്ടും കണ്ടാണ് ഒരു സിലബസ് മാറുന്നത്. അതായത് ഈ പറഞ്ഞ ഈ AI സോഫ്റ്റ്വെയറൊക്കെ സിലബസിൽ ഇടപെടേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം കമ്പ്യൂട്ടർ യുഗമായി, പിന്നീട് മൊബൈലുകളുടെ ടെക്നോളജിയെക്കുറിച്ച് പഠിപ്പിക്കേണ്ട കാലഘട്ടമായി, ഈ പറഞ്ഞതുപോലെ റോഡുകളിൽ വാഹനങ്ങൾ കൂടുതൽ വന്നു. അപ്പോൾ വാഹനങ്ങളെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ പലതരം കാര്യങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതും ഇനി ഉപയോഗിക്കാൻ സാധ്യതയുള്ളതുമായുള്ള കാര്യങ്ങൾ കൂടി സിലബസുകളിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കാലാനുസൃതമായിട്ട് ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ സിലബസുകൾ പരിഷ്കരിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ആശയം അതിനനുസരിച്ച് AI സോഫ്റ്റ്വെയറുകൾക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം AI വിദ്യാഭ്യാസ മേഖലയിലായി, ആരോഗ്യ മേഖലയിലായി, സർക്കാർ സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരുടെ ജോലികളായി, അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പദ്ധതികൾ. എല്ലാ പഞ്ചായത്തുകൾക്കും ഒരേ സ്വഭാവമായിരിക്കില്ല. ചില പഞ്ചായത്തുകളിൽ വ്യാവസായിക കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, ചില പഞ്ചായത്തുകൾക്ക് കൃഷിക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പം കാർഷിക മേഖലയിൽ ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, കാർഷിക മേഖലയിൽ ഏതൊക്കെ വളങ്ങൾ ഉപയോഗിക്കണം, ഈ പറഞ്ഞ അവിടുത്തെ പ്രകൃതിക്കനുസരിച്ച് അവിടെ ഏതൊക്കെ വിത്തുകൾ പാകിയാലാണ് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുക. എല്ലാ കാലാവസ്ഥകളിലും എല്ലാ പച്ചക്കറികളൊന്നും ഉണ്ടാകാൻ സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഈ വ്യാവസായിക മേഖലയിൽ വന്നു കഴിഞ്ഞാൽ വ്യാവസായിക മേഖലയിൽ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ്, ആ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്, ഇങ്ങനൊരു വ്യവസായം വരുന്നതിലൂടെ എത്ര തൊഴിൽ സാധ്യതകളുണ്ട്, എത്ര പേർക്ക് തൊഴിൽ ലഭിക്കാൻ സാധിക്കും, ഇതൊക്കെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന കാലഘട്ടം വരും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മോണിറ്റർ ചെയ്യുന്ന പരിപാടികൾ, അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പം വർഷങ്ങളായിട്ട് കോടതികളിൽ കിടക്കുന്ന കേസുകളുടെ ഒരു ക്രമമുണ്ടാക്കുക, അതുപോലെ തന്നെ ഭരണരംഗത്തും അതോടൊപ്പം തന്നെ ഈ ജുഡീഷ്യറി മേഖലയിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ AI കൊണ്ട് ഗുണമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ഈ ചില കേസുകളിൽ വിധി പറയാൻ സഹായകമാകുന്ന രീതികളിൽ പോലും തെളിവുകൾ കണ്ടെത്താനും ആ തെളിവുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന രീതിയിലേക്ക് AI സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജുഡീഷ്യറി കോടതികളിൽ പോലും ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ, കോടതികളുടെ പെട്ടെന്ന് തീർപ്പാക്കേണ്ട കേസുകൾ ഏതൊക്കെ കേസുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമാക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ AI സോഫ്റ്റ്വെയർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെ അതിനിടയിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് AI സോഫ്റ്റ്വെയർ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ചില വിദേശ രാജ്യങ്ങളിൽ ആളുകളുടെ ഓരോ ദിവസത്തെ ദൈനംദിന ക്രമങ്ങൾ കൃത്യമായിട്ട് ഓരോ സോഫ്റ്റ്വെയറുകൾ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആളുകളെ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ AI സോഫ്റ്റ്വെയറുകൾ ഭരണരംഗത്തായിക്കോട്ടെ, ജുഡീഷ്യറി രംഗത്തായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ അത് അവർ കൈയടക്കുന്ന അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം വരും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാവുന്നത്.